ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിധവയായ ഒരമ്മയുടെ പ്രായമാകുന്ന സമയത്തുള്ള ഒരു ദുഃഖമാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണം എന്നല്ല, എന്നാലും ജീവിതത്തിൽ ഒന്നോ രണ്ടോ പേർക്കോ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ആ സംഭവങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നവർ അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളിൽ നിന്നും ഓരോരുത്തരും അനുഭവിക്കുന്ന ആ ഒരു വിഷമങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാവുമ്പോൾ അത് നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ അനുഭവിക്കുന്ന പലരും ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്താ പറയുക, ഊർജ്ജസ്വലതയുള്ള കാലങ്ങളിൽ നമ്മൾ നമ്മുടെ മക്കളേനെ, ആ സമയത്ത് വിധവയായാൽ പോലും നമ്മുടെ മക്കളേനെ നമ്മൾ ജോലിക്കൊക്കെ പോയിട്ടും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റുന്ന സാഹചര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ ആ വിഷമം നമുക്ക് നമ്മുടെ ഒരു അല്ലെങ്കിൽ നമുക്ക് എല്ലാ എന്താ പറയുക, സപ്പോർട്ടായിട്ട് നമുക്ക് എപ്പോഴും കൂടെ നിൽക്കുന്ന നമ്മുടെ ആ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമം അതൊരിക്കലും മായാൻ പറ്റാത്തത് തന്നെയാണ് ആ വിഷമം, അല്ലേ? പക്ഷേ എന്നാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തൻ്റെ മക്കളെ വളർത്തി വലുതാക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഓരോ വീട്ടമ്മമാരും ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ ഓരോ രീതിയിലല്ലേ. സാമ്പത്തികമാണല്ലോ എല്ലാറ്റിനും പ്രധാനം. അപ്പോൾ സാമ്പത്തികം കുറയുമ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും, അല്ലേ? എന്നാലും നമ്മൾ നമ്മുടെ മക്കളെ കഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ട വിദ്യാഭ്യാസമാണെങ്കിലും അവർക്ക് വേണ്ട ആവശ്യങ്ങളാണെങ്കിലും നമ്മളതെല്ലാം നടത്തി കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അവർക്കൊരു ജീവിതമായി മാറുന്ന സമയത്ത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത ആ അമ്മയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരവസ്ഥയാണ് കേട്ടോ. വിവാഹപ്രായമായ മക്കൾക്ക് വിവാഹം ചെയ്തു കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരും തങ്ങളുടെ മക്കൾ നന്നായി ജീവിക്കണം, തൻ്റെ കുടുംബത്തിൽ സമാധാനം സന്തോഷം എപ്പോഴും ഉണ്ടാവണം എന്ന ചിന്തയോട് കൂടി തന്നെയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കാനും ശ്രമിക്കും. പിന്നെ വീട്ടിൽ വരുന്ന പെൺകുട്ടീനെ സ്വന്തം മകളായിട്ട് കാണാനും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്വന്തം മകളായി കാണാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ട് മാത്രമായില്ല, വരുന്ന പെൺകുട്ടിയും ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ ചിന്താഗതിയും ഒരേ മനസ്സുമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ സംഭവിക്കും. എന്നാലും ജീവിതമല്ലേ, ജീവിതമേ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നല്ലേ പറയുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് കുടുംബം സന്തോഷമായിട്ട് പോകുള്ളൂ കേട്ടോ. പിന്നെ സ്വാർത്ഥമതിയായ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നേച്ചാൽ ജീവിതം കുളം തോണ്ട് തന്നെയാണ് ചെയ്യും. അപ്പോൾ അതുപോലത്തെ അമ്മായിമ്മമാരും ഉണ്ട്. ഞാൻ പെൺകുട്ടികളെ മാത്രമല്ല പറയുന്നത്, അങ്ങനത്തെ അമ്മായിമ്മമാരും ഉണ്ട്. എങ്കിലും ജീവിതം സന്തോഷമായിട്ട് കൊണ്ടുപോകണം, തൻ്റെ മകൻ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന അമ്മമാരാകുമ്പോൾ അതനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുള്ളൂ കേട്ടോ. അതുപോലെ അമ്മായിമ്മ ഇപ്പോൾ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ മരുമകൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് ചിന്തിക്കും. അല്ല, നല്ല രീതിയിൽ ജീവിച്ചവരാണെങ്കിലും ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ മരുമകളോട് പെരുമാറുള്ളൂ എന്നുള്ളത് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒത്തൊരുമയോട് കൂടി കുടുംബം നന്നായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ ആ അമ്മയ്ക്ക് ആരോഗ്യമുള്ള സമയത്ത് ആ മക്കൾക്ക് വേണ്ടത് ഭക്ഷണം നേരത്തെ തയ്യാറാക്കും, വീടും അതുപോലെ തന്നെ പരിസരമൊക്കെ വൃത്തിയാക്കാനും ഒക്കെ ആരോഗ്യമുള്ള സമയത്തേ സാധിക്കുള്ളൂ. നമുക്ക് വൃത്തിയും വെടുപ്പും എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമുള്ള സമയത്തേ സാധിക്കുള്ളൂ. നമുക്ക് ആരോഗ്യം ഇല്ല അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് പറ്റും, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ ശ്രമിക്കും വിചാരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബാക്കി നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പിന്നീട് വരുന്ന തലമുറ തന്നെ ചിന്തിക്കേണ്ടതായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കുട്ടികളെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന പോലെ ഇവിടെ നടക്കാവൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലേ അവർ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കാതെ അവരുടെ ഫ്രീഡമായിട്ട് അവരെ വിട്ട് അവർ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുക. അവർ ഭക്ഷണം ഓർഡർ കൊടുക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അവർക്ക് പുറത്ത് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വിടുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും അവർക്ക് വേണ്ട ഭക്ഷണം നമ്മൾ തയ്യാറാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകൂലേ. അതൊക്കെ കഴിഞ്ഞ് ആരോഗ്യം നശിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മകനാണെങ്കിലും മരുമകളാണെങ്കിലും ശ്രമിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയമാകുമ്പോൾ അമ്മയ്ക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, അല്ലേ? പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാതിരിക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് കാര്യത്തിനും അമ്മയോട് അടങ്ങിയിരിക്കാൻ പറയുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ, അല്ലേ? പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ തനിക്ക് എല്ലാ കാര്യങ്ങൾക്കും പ്രൊട്ടക്ഷനായിട്ട് നിന്നിട്ടുള്ള തൻ്റെ പാതി നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമം ഒരു പരിധി വരെ നമ്മൾ മറക്കും. പിന്നെ മറവി നമുക്കൊരു അനുഗ്രഹമാണ്, ദൈവം തരുന്നൊരു അനുഗ്രഹമാണ്. നമുക്ക് ആരൊക്കെ മരിച്ചാലും അല്ലെങ്കിൽ ആരൊക്കെ നമ്മോടൊപ്പം ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ.
ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ജീവിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും അവർക്ക് ചെയ്തു കൊടുക്കാനും, അപ്പം നമ്മുടെ ആ ചിന്തകളെ നമ്മൾ മാറ്റി വയ്ക്കണം, ആ ദുഃഖത്തിന് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം മക്കളിൽ നിന്ന് ഇങ്ങനത്തെ പ്രവൃത്തികൾ സംഭവിക്കുമ്പോൾ തീർച്ചയായും ആ സമയത്ത് നമ്മുടെ പാതി ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്ത എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. കാരണം നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരാൾ, അല്ലെങ്കിൽ നമ്മളോട് സാരമില്ല എന്ന് പറയാനായിട്ട് ഒരാൾ ഉണ്ടാവുക എന്നുള്ളത്, നമുക്ക് ആ ഒരു താങ്ങ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ആ ഭാഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രായമാകുമ്പോഴാണ് അത് കൂടുതലായിട്ട് സംഭവിക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്കത് തോന്നൽ വരിക അല്ലേ. അപ്പോൾ പറയും ഞങ്ങൾ പഴയ പോലെ തന്നെയാണ് പെരുമാറുന്നത്, പക്ഷെ അമ്മയ്ക്ക് തോന്നുകയാണെന്നൊക്കെ പറയും ചിലപ്പോൾ കുട്ടികൾ. അങ്ങനെ പറഞ്ഞാലും അല്ല, അത് പഴയ പോലെ അല്ല, പെരുമാറ്റത്തിൽ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെ ചിന്ത വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി തൻ്റെ ആരോഗ്യം പോയി, തനിക്ക് വയ്യാതെയായി, തനിക്ക് പറയാൻ ആരുമില്ല, താൻ പറയുന്നത് കേൾക്കാൻ വേറൊരാളില്ല എന്ന ചിന്ത വരുമ്പോൾ മാനസികമായിട്ടുള്ള വേദന ഒരു വേദന തന്നെയാണ് കേട്ടോ. അടുത്ത തലമുറയിൽ പ്രത്യേകിച്ചും ഫാമിലിയേക്കാളും അവർ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക ഫ്രണ്ട്സിനാണ്. ഫ്രണ്ട്സിന് പ്രാധാന്യം കൊടുക്കണം, ഫ്രണ്ട്സ് വേണം വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ എന്തിനും ഏതിനും പുറത്ത് പോകുമ്പോഴും ടൂർ പോകുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വെറുതെ ഒന്ന് പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് തമ്മിലാണ് അവർ ഇറങ്ങുക. അത്ര പോലും ഈ അമ്മയെ അതിൽ ഉൾക്കൊള്ളിക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അധികപ്പറ്റായിട്ട് എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒന്ന് പുറത്ത് പോകുന്ന സമയത്ത് എപ്പോഴും കൊണ്ടുപോകണ്ട, എപ്പോഴെങ്കിലൊക്കെ അമ്മേനെയും കൂടെ കൂട്ടാം, ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകുമ്പോൾ അതൊന്ന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള മാനസിക വിഷമങ്ങൾ അല്ലെങ്കിൽ പിരിമുറുക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വയം മനസ്സിലാക്കിയിട്ട് അത് ചോദിച്ചുകൊണ്ട് വിഷമിക്കേണ്ട, ഞങ്ങളുണ്ട് എന്നുള്ളൊരു മറുപടി അല്ലെങ്കിൽ ഒരു വാക്ക് കിട്ടിയാൽ മതി, അമ്മയ്ക്ക് സന്തോഷമാവും അല്ലേ. മക്കൾ പരസ്പരം, അതായത് സഹോദരന്മാരോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ആരോ ആയിക്കോട്ടെ, അങ്ങനെ അവർ പരസ്പരം അവർ തമ്മിൽ ചർച്ച ചെയ്യുക, കാര്യങ്ങൾ തീരുമാനിക്കുക. അമ്മയെ ഇതിലൊന്നും ഉൾപ്പെടുത്താതെ, അമ്മ ഇതൊന്നും അറിയാതെ അങ്ങനെയും ഇങ്ങനെയൊക്കെ അവർ നിന്ന് സംസാരിക്കുമ്പോൾ മാത്രമായിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങൾ അമ്മ അറിയാനിട വരുന്നത്. അതൊക്കെ അമ്മയ്ക്ക് മാനസികമായിട്ടൊരു വിഷമം. പക്ഷേ ആ വിഷമം ഉണ്ടെങ്കിൽ പോലും അമ്മ അത് മക്കളോട് ചോദിക്കില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്തൂലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് അല്ലേ എന്നുള്ളൊരു ചോദ്യം ആ അമ്മ ചെയ്യില്ല. അത് അത്രയും മക്കളോടൊക്കെ സഹകരിച്ച് പോകുന്ന അമ്മമാർ കേട്ടോ. അല്ലാത്തവർ ചിലപ്പോൾ ചോദിച്ച് വഴക്കുണ്ടാക്കും. ഈ അമ്മോട് ചിലപ്പോൾ എല്ലാവരും പറയും ആദ്യം തന്നെ ശ്രദ്ധിക്കാത്ത കാരണം മക്കളെ എന്തായിരുന്നു മക്കളെ തലയെ കയറ്റി വെക്കൽ, എന്താ ഇപ്പം അനുഭവിക്കാറായില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, കുടുംബത്തിൽ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ടാണ് അമ്മ നല്ല ഫ്രീ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടി ആ മക്കളോടും മരുമക്കളോടൊക്കെ നന്നായിട്ട് പെരുമാറി ജീവിച്ചു പോകുന്നത് അല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ തല്ലൂട്ടാവും. പിന്നെ ഒന്നുണ്ട്, ഈ അമ്മ എത്രമാത്രം സഹകരിച്ച് പോയാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മക്കൾ അവരുടെ ഭാര്യമാരുടെ കൂടെ നിൽക്കുള്ളൂ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് പറയില്ല. അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് പറയാനുള്ളത് എങ്ങനെ വഴക്കാളിയാണെങ്കിലും അല്ലെങ്കിൽ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും തൻ്റെ പാതി മാത്രമേ ഉണ്ടാവുള്ളൂ അതിനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പോലും, മക്കൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പോലും ഒരു തടയിണ എന്ന പോലെ തൻ്റെ പാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ ഏറ്റവും വലിയ സുരക്ഷിതത്വം തന്നെയാണ് കേട്ടോ. കാരണം ഒരാളോട് മിണ്ടി അല്ലെങ്കിൽ ഒരാളോട് ഫോൺ ചെയ്ത് സംസാരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രൂപത്തിൽ അല്ലെങ്കിൽ അത് വീട്ടിലൊരു കുടുംബ വഴക്കിന് കാരണമായി തീരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കിയ തൻ്റെ പാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ വേറെ ഒന്നിനും പേടിക്കാനായിട്ടില്ല അല്ലേ. മാത്രമല്ല ആരെന്ത് ചോദിച്ചാലും നമുക്കതിന് തടയണയായിട്ട് അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഒരു വ്യക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ആ നെടുന്തൂണ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, ആ നഷ്ടപ്പെട്ടിട്ടും കുറച്ചും പിന്നെയും കൂടി നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ സഹിച്ച് നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് കഴിയും. പക്ഷെ ജീവിതത്തിൽ ആരോഗ്യം പോകുമ്പോൾ തന്നെ നമുക്ക് മാനസികമായ ശക്തിയും ശാരീരികമായ വയ്യായ്മയും കൂടിച്ചേരുമ്പോൾ നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ മൈൻഡ് കൊണ്ട് നമുക്ക് ഒരുപാട് നമ്മൾ ഒന്നും കൂടി രോഗിയായി തീരും, അല്ലെങ്കിൽ ഒന്നുകൂടി പ്രായം കൂടിയ പോലെ ആവും. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടായിട്ടൊരു വ്യക്തി ഇല്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ ഒരുപാട് ബന്ധുക്കൾ ചിലപ്പോൾ ഉപദേശിക്കാനായിട്ടുണ്ടാവും, ഒരുപാട് ഫ്രണ്ട്സ് ഉപദേശിക്കാനായിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാം എന്ന് പറയുന്ന ആൾക്കാരും കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ അവരൊക്കെ നന്നായിരിക്കണം അല്ലെങ്കിൽ നന്നാവണം എന്ന് വിചാരിച്ചിട്ടാവില്ല ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അത് മനസ്സിലാക്കേണ്ടത് മക്കളാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള സമയങ്ങളിൽ ചെയ്യുക. നമുക്ക് നമ്മളതിനെ വളർത്തി വലുതാക്കി അല്ലെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് നമ്മളെ നോക്കി ഉണ്ടാക്കിയേക്കണത് നമുക്കറിയാം. അതുപോലെ നോക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും പ്രായമാകുമ്പോൾ നമ്മൾ കുട്ടികളായിരുന്ന പോലെ തന്നെയാണ് പ്രായമാകുമ്പോൾ നമ്മുടെ അമ്മ അച്ഛനൊക്കെ ആവുന്നത് അല്ലേ. ആ സമയത്ത് നമ്മളും അവരെ കരുതലോടുകൂടി ശ്രദ്ധിക്കുക തന്നെ വേണം. അവർക്ക് മൈൻഡിന് എന്തെങ്കിലും വിഷമങ്ങൾ വരും അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടുന്നു
എന്ന തോന്നൽ അവർക്ക് ഉണ്ടാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് പുറത്ത് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവരോട് കുറച്ച് സമയം സംസാരിക്കുകയോ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. അതിലെ കുടുംബങ്ങളിൽ കാണാം, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും, അതായത് മക്കൾ വേറെ താമസിക്കുകയും അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുകയും ചെയ്ത് ഒരു കണക്കിന് നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും സാമ്പത്തികം ഉള്ളവർക്ക് അതൊക്കെ പറ്റുള്ളൂ, സാമ്പത്തികം ഇല്ലാത്തവർക്ക് പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെ ആ ചിന്താഗതി വെറുതെയാണ്. കാരണം സാമ്പത്തികം ഇല്ലാത്ത അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ മക്കളെ നില ചിലവിന് കൊടുക്കേണ്ടത്. അപ്പം മക്കളൊരു നിശ്ചിത തുക കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ എത്തിച്ച് കൊടുക്കുക. അച്ഛനും അമ്മയും സന്തോഷമായിട്ട് അവർക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നന്നായി ജീവിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് അവർക്ക് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇന്നത്തെ കാലത്ത് ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എല്ലാവർക്കും ഉണ്ട്, ജീവിതശൈലി രോഗങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് അവരവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാച്ച ആ ഒരു ഉത്തരവാദിത്വം കാര്യങ്ങളും വരുമ്പോൾ അസുഖങ്ങൾക്കാണെങ്കിലും അതുപോലെ ഓർമ്മക്കുറവിനാണെങ്കിലും കുറവുണ്ടായിരിക്കും കേട്ടോ. നേരെ തിരിച്ച് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രായമായവർക്ക് ഓർമ്മക്കുറവ് കൂടാനും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാനും കാരണമാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അവരങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ പറ്റുന്നിടത്തോളം കാലം അങ്ങനെ ജീവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ സാമ്പത്തികം ഉള്ളവർക്കാണെങ്കിലും സാമ്പത്തികം ഇല്ലാത്തവർക്കാണെങ്കിലും ഇങ്ങനെ ജീവിക്കുമ്പോൾ, അതായത് മക്കൾ നോക്കേണ്ട ചുമതല മക്കൾക്കുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് മക്കളിനല്ലേ സാമ്പത്തികം ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ടി വരിക. അതാ പറയുന്നത്. അതിനൊന്നും നമ്മൾ സാമ്പത്തികം നോക്കിയിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കൂടി അവർ ആരോഗ്യമായിട്ട് അവരെ കാണാനും അവർ ജീവിക്കുന്നത് കാണാനും നമുക്ക് കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.